ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രം എടുത്താൽ മതി, പഴയതോ അങ്ങനത്തെ എടുത്താൽ മതി. കാരണം അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു മടിയൊക്കെ. വലിയ ബോട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. ഇതുപോലെ ചെറിയ ചെറുതാക്കണ്ട, ഒരു കുറച്ചൊക്കെ ഇങ്ങനെ വലിയ പീസുകളാണെങ്കിൽ ഒന്നിങ്ങനെ ചെറുതാക്കി എടുത്താൽ മതി. അത് വെച്ച് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോട്ടിൻ്റെ ഇതും ഇതിലിങ്ങനെ മുക്കിയെടുക്കാം. നമ്മൾ ഒരു കത്തിൻ്റെ കൂർപ്പ് ഇതിൻ്റെ ഒരു തലപ്പത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കോർത്തിടുക. തിളച്ച വെള്ളത്തിൽ ഒന്നിങ്ങനെ മുക്കിയെടുക്കുക. നല്ലോണം മുക്കുക, കുറേ നേരം വെക്കൊന്നും വേണ്ട, ഒന്നിങ്ങോട്ട് തിളച്ച വെള്ളത്തിൽ ഒന്നിങ്ങനെ മുക്കിയെടുക്കുക. ആ ചൂട് കൊടുക്കാൻ തന്നെ ഇത് വരണ്ടി എടുക്കണം. അപ്പം നമുക്ക് കൈ ചൂടാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ തുണീൻ്റെ ഒരു ഒന്ന് രണ്ട് കഷ്ണം കയ്യിൽ വെക്കുക. അപ്പോൾ അത് കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ട് വരണ്ടിയാൽ മതി. അതുപോലെ നമുക്ക് കത്തി മൂർച്ചൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളെ കൈ കൊണ്ട് തന്നെ ആക്കാൻ വയ്ക്കും. പക്ഷേ ചൂടായതുകൊണ്ട് നമുക്ക് വയ്ക്കില്ല കൈ കൊണ്ട് കാട്ടാൻ. അപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മളിത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് വെള്ളം വേറൊരു പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം വാങ്ങി ഒഴിച്ചേക്കാം. എന്നാൽ നമുക്ക് നന്നാക്കിയതൊക്കെ അയിക്കിട്ട് വെച്ചാൽ മതി. ഇലയിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് മണമൊക്കെ ഒന്ന് പൊയ്ക്കോളും. ക്ലീനിങ് കഴിഞ്ഞതിൻ്റെ മേലത്തെ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലുണ്ടാവും അങ്ങനെ ഓരോ വേസ്റ്റുകൾ ഇതുപോലെയൊക്കെ. അതിന് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതാക്കിയാൽ മതി, ചൂടുവെള്ളത്തിലിടൊന്നും വേണ്ട. അത് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചാൽ ഈ വേസ്റ്റുകൾ ഇങ്ങനെ പോരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ആക്കുക. ഇതുപോലെയുള്ളത് ഇങ്ങനെ കൈ കൊണ്ട് വലിച്ചാൽ മതി. അപ്പോൾ തന്നെ അതിങ്ങനെ വൃത്തിയായി കിട്ടും. ഇതിൻ്റെ ബാക്കിലുള്ള വേസ്റ്റുകൾ അതൊക്കെ നമ്മളെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറുതാക്കി നുറുക്കാം. ഞാൻ ഇട്ട് തിളച്ച വെള്ളത്തിലാണ് നുറുക്കിയെടുക്കട്ടെ കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണത്. ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്നും കൂടി കഴുകിയെടുക്കാം. പിന്നെ ഞാൻ ഒരു വട്ടം കൂടി ചൂടുള്ള വെള്ളത്തിൽ കഴുകണുണ്ട്. കുക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണാം. അതിന് ഞാനിത് ഫുള്ളായിട്ടും ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കണത്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കണത് ഇത്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിത് വേവിക്കുമ്പോൾ വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊരു 3-4 വിസിലൊക്കെ അടുപ്പിച്ചെടുക്കേണ്ടി വരും വേവണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റൊക്കെ 2 വിസിൽ നല്ല ഇതിൽ വെച്ചിട്ട് വിസിൽ വന്നതിന് ശേഷം പിന്നെ കുറച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചാൽ വെച്ച ഈ ബോട്ടിയിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു ഞാൻ കുക്കർ തുറന്നപ്പോൾ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇത് നല്ല വെന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടി വരട്ടാൻ എന്തൊക്കെ വേണ്ടത് നോക്കാം. അപ്പോൾ ഞാനൊരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുരുമുളകൊക്കെ ഇടുമ്പോൾ എരി കയറണ്ട. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി കിട്ടാൻ കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചിടണത്. ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളിൻ്റെ അളവ് കുറച്ചങ്ങാണ്ട് ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടാൽ മതി, അതായിരിക്കും ടേസ്റ്റ്. ഇനി നമുക്കിതൊക്കെ പൊടിച്ചിടാനാണ് ഇതൊക്കെ. കുരുമുളക്, പിന്നെ ചെറിയ പട്ടൻ്റെയും ഗ്രാമ്പും, പിന്നെ വലിയ ജീരകം, കുറച്ച് ഉലുവയും,
പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല കളർ മാറി ബ്രൗൺ കളറായിക്കണം. അപ്പം ഇനി നമുക്കിതൊക്കെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതൊക്കെ നമ്മളെടുത്ത് വെല്ലുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെല്ലുള്ളി ഒന്ന് നല്ലോണം വാടി വന്നോട്ടെ. അത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് വന്നോട്ടെ. നല്ലോണം വാടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമ്മളെ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടിയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പൊടിച്ചെടുത്തില്ലേ, അതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴൊക്കെ നല്ല സ്മെല്ലും ഇതിൻ്റെയൊക്കെ അതിലേക്ക് വരിക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ എടുത്ത ബാക്കി വേപ്പിൻ്റെ ഇലല്ലേ, അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അങ്ങനെ അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റിലേറെയൊക്കെ അങ്ങനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മസാല ഇതൊക്കെ നല്ല അങ്ങനെ ഒരുമിച്ച് വന്ന് നല്ല ടേസ്റ്റായി വരും. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെ വെക്കാം. വെക്കും തോറും ഈ മസാലയൊക്കെ നമുക്ക് പൊടിച്ചും തോറും നല്ല ടേസ്റ്റായി വരും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത ഈ മല്ലിയിലല്ലേ, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് കഴിക്കണേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അത് ഈ ചട്ടിയിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് സെറ്റായതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും. ഞാനിത് കഴിക്കണത് കലക്കിപ്പറന്ന അപ്പം ഉണ്ടാവില്ലേ നമ്മൾ, അതിൻ്റെ കൂടെയാണ്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇനി ബോട്ടി കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.